മത്സ്യബന്ധന തൊഴിലാളിയായ മാനുവൽ നാട്ടിലെ പ്രശ്നങ്ങളിൽ അനാവശ്യമായി ഇടപെടുകയും അടിപിടി കൂടുകയും ചെയ്യുന്നതാണ് അവന്റെ പ്രധാന വിനോദം. ഒരിക്കൽ അഞ്ചുതെങ്ങിലെ മത്സ്യബന്ധന തൊഴിലാളികളെ അന്തസ്സിനെ ചോദ്യം ചെയ്തുകൊണ്ട് സ്റ്റീഫൻ ആൻഡ് സൺസ് എന്ന കമ്പനി പഴകിയ മീൻ വിൽക്കാൻ ശ്രമിക്കുന്നു. ഇതിനെ ചോദ്യം ചെയ്യുന്ന മാനുവലും കൂട്ടുകാരും പോലീസിന്റെ നോട്ടപ്പുള്ളികളായി മാറുന്നു. പോലീസ് ലിസ്റ്റിൽ നിന്ന് താൽക്കാലികമായി മാറി നിൽക്കാൻ വേണ്ടി മാനുവൽ റിച്ചാർഡ് എന്നയാളുടെ ബോട്ടിൽ പണിക്ക് പോകാൻ തീരുമാനിക്കുന്നു. യാത്രക്കിടയിൽ അലോഷി എന്ന ചെറുപ്പക്കാരനായ തൊഴിലാളിക്ക് അപകടം സംഭവിക്കുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അലോഷിയെ ആശുപത്രിയിൽ എത്തിക്കണമെന്ന് മാനുവലും മറ്റു തൊഴിലാളികൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ബോട്ട് തിരിച്ചുവിട്ടാൽ തനിക്കുണ്ടാവുന്ന ലാഭം നഷ്ടപ്പെടുമെന്ന ഭയന്ന ഉടമയുടെ മരുമകനായ ജൂഡും സാങ്കും അതിന് വിസമ്മതിക്കുന്നു. ഒടുവിൽ ചികിത്സ കിട്ടാതെ അലോഷി മരണപ്പെടുന്നു. ഇത് ബോട്ടിനുള്ളിൽ മാനുവലും ഉടമസ്ഥരും തമ്മിലുള്ള വലിയൊരു യുദ്ധത്തിന് തുടക്കം കുറിക്കുന്നു. എന്നാൽ ഈ യാത്രയിൽ മാനുവലിന് മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. ഒരു വർഷം മുമ്പ് ഇതേ ബോട്ടിൽ വെച്ചാണ് മാനുവലിന്റെ സഹോദരനായ ഡാനിയലിനെ കാണാതാകുന്നത്. സഹോദരന് എന്ത് സംഭവിച്ചു എന്ന് അറിയാനുള്ള മാനുവലിന്റെ അന്വേഷണം പണ്ടാരി എന്ന തൊഴിലാളിയിലൂടെ സത്യത്തിലേക്ക് എത്തുന്നു. ബോട്ട് ഉപയോഗിച്ച് മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച ജൂഡിനെയും ഷാങ്കിനെയും ഡാനിയൽ എതിർത്തതായിരുന്നു എല്ലാത്തിനും കാരണം. തുടർന്നുണ്ടായ തർക്കത്തിൽ ഡാനിയലിനെ അവർ ക്രൂരമായി കൊലപ്പെടുത്തി കടലിൽ താഴ്ത്തുകയായിരുന്നു. സത്യം മനസ്സിലാക്കിയ മാനുവൽ കടലിൽ വെച്ച് വകവരുത്താൻ ജൂഡും കൂട്ടാളികളും പലതവണ ശ്രമിക്കുന്നു. ഇതിനിടയിൽ ഒരു ഭീമൻ സ്രാവ് ബോട്ടിനെ ആക്രമിക്കുന്നു. തുടർന്നുണ്ടാകുന്ന പോരാട്ടത്തിൽ ഡാനിയലിനെ കൊന്ന അതേ സ്ഥലത്ത് വെച്ച് മാനുവൽ ജൂഡിനെയും മൈക്കിളിനെയും ഷ്രാങ്കിനെയും നേരിടുകയും ചോരയുടെ മണം പിടിച്ച സ്രാവുകൾ എത്തുന്നിടത്തേക്ക് തന്റെ ശത്രുക്കളെ എറിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു.